നിന്നും ഹൗറ വരെ പോകുന്ന അന്ത്യോദയ എക്സ്പ്രസ് എറണാകുളം സ്റ്റേഷൻ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ. ഹലോ ഹലോ, ഇത് AK ട്രാവൽസ് അല്ലേ? ആ സാറേ, ഞാൻ പുറത്തുണ്ട്. അതെ 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 പുറത്ത് പാർക്കിങ്ങിലുണ്ട്. ഞാൻ ദാ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. എൻ്റെ അടുത്തൊരു ബ്രൗൺ കാർ എന്നാ പറഞ്ഞേ. ആ കാറ് ഒരു ചെക്ക് ഷർട്ടാണ് സാറേ. ആ ഞാൻ എന്താ വരുന്നത്? ആ, MK നഗർ. MK നഗർ. അവിടെ ചെല്ലുമ്പോൾ എത്ര തരണ്ടേന്നേ നിങ്ങളുടെ ട്രാവലേഴ്സുകാർ പറഞ്ഞിട്ടില്ല കേട്ടോ. സാറേ, അത് ഞാൻ അവിടെ ചെല്ലുമ്പം ലാസ്റ്റ് കിലോമീറ്റർ നോക്കി പറഞ്ഞോളാം. ആ ജെസ്സി, ഞാനിപ്പോൾ എത്തിയതേ ഉള്ളൂ. ആ, പുലർച്ചെയാവും എത്തുമ്പോൾ. നീ കിടന്നു. എന്താ, എന്തു പറ്റി? നിനക്കെന്നെ മനസ്സിലായോ? ഇല്ല, മനസ്സിലായില്ല. അതെങ്ങനാ, വയസ്സായില്ലേ, പിന്നെ ഈ താടിയും. ഇപ്പൊ മനസ്സിലായ? ഇല്ല, മനസ്സിലായില്ല. അല്ലേലും താനെങ്ങനെ മനസ്സിലാക്കാനാ? നമ്മൾ തമ്മിൽ കണ്ടിട്ട് ഇപ്പോൾ ഒരു 10-20 വർഷമായി കാണും അല്ലേ? 20 വർഷം? നിങ്ങൾക്ക് ആള് മാറിയതായിരിക്കും. ആ വെല്യങ്ങാടി താമസിച്ചിരുന്ന പണിക്കരനല്ലേ നീ? അതെ. അല്ല, നിങ്ങൾക്ക് എന്നെ എങ്ങനെ അറിയാം? ജെസ്സിക്കൊക്കെ സുഖമാണ് പണിക്കരെ. ജെസ്സി പറഞ്ഞിട്ടില്ലേ ഒരു ജോസിനെ പറ്റി? ജോസ്? താൻ? ഓ, ഓർത്തൊന്നും എടുക്കണ്ട. അത് തന്നെ. അന്ന് പോലീസ് സ്റ്റേഷനിൽ ഭാര്യയെ കാണാനില്ല എന്നൊരു പരാതി കൊടുത്ത് റോഡിൽ മൊത്തം ചങ്കും തല്ലിയാൻ ഓടി നടക്കുകയായിരുന്നു. അവസാനം പോലീസുകാർ വിളിപ്പിക്കുക. എന്താണെന്നറിയാൻ വീട്ടിൽ ഞാൻ സ്റ്റേഷനിലോട്ടൊരു ഓട്ടോ ആയിരുന്നു. അവിടെ ചെന്നപ്പോൾ സാറന്മാർ പറയാ, നിന്റെ കെട്ടിയോളെ കാണാതായതല്ല, അവളുടെ ഇഷ്ടക്കാരൻ്റെ കൂടെ പോയതാണെന്ന്. മയിര് തന്നെ വന്നൊന്ന് കാണണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആ കല്യാണം തന്നെ ഒരു നിർബന്ധത്തിൻ്റെ പുറത്തായിരുന്നല്ലോ. പിന്നെ ഞാൻ ഖത്തറിൽ നിന്ന് വന്നപ്പോഴേക്കും എല്ലാം കഴിഞ്ഞു. അപ്പോഴത്തെ ഒരു ഒറ്റ ബുദ്ധിക്ക് തോന്നിയതാ ആ ഒളിച്ചോട്ടം.
സംഭവിക്കാൻ പോകുന്നതിനെ പറ്റിയൊന്നും അപ്പോൾ ആലോചിച്ചില്ല. പിന്നെ ആലപ്പുഴയിലോട്ട് വന്നു. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോഴേക്കും പോലീസുകാർ അവിടെയും അന്വേഷിച്ചെത്തി. പിന്നെ അത് വിട്. അതൊരു ഒറ്റ ബുദ്ധിയായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. പറഞ്ഞു വരുമ്പോ നഷ്ടപ്പെട്ടതെല്ലാം എനിക്കല്ലേ. താനൊന്നും മറന്നില്ലേ? മറക്കാൻ ജെസി പോയതിന് ശേഷം കല്യാണമൊക്കെ പിന്നെ കുറെ നോക്കി. ഓ, പക്ഷെ ഒന്നും അങ്ങോട്ട് ശരിയായില്ല. പിന്നെ നാട്ടുകാരോരോ വർത്തമാനവും. സത്യത്തിൽ നമ്മൾ ഈ പ്രണയിച്ചിട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് ജെസ്സിയുമായിട്ടുള്ള കല്യാണം കഴിഞ്ഞപ്പോഴാണ് പ്രണയമൊക്കെ ആദ്യം തോന്നിയതേ. അപ്പൻ്റെ അടിയും വഴക്കൊക്കെ കണ്ടു വളർന്നുകൊണ്ട് മനസ്സ് മരവിച്ചു പോയതാ. അതൊന്ന് മാറി വന്നപ്പോഴേക്കും നിന്റെ കൂടെ അവളങ്ങ് പോയി. അങ്ങനെ സംഭവിച്ചു പോയതാ. ഞാൻ പ്രണയിച്ച പെണ്ണല്ലേടോ, വിട്ടുകളയാൻ തോന്നിയില്ല. പിന്നെ ജെസിക്ക് സമ്മതമായോണ്ട് അന്നങ്ങനെ ചെയ്തു. പ്രണയം നല്ല പരിപാടിയാ. പക്ഷേ എൻ്റെ കാര്യത്തിൽ അത് കയ്യിൽ നിന്ന് പോയി. ചിലപ്പോ ഞാൻ രാത്രി ഒറ്റയ്ക്കിരിക്കുമ്പോൾ വലിയ കരച്ചിലേക്കും. കൊച്ചു പിള്ളേരുടെ കൂടുതൽ മോഹിച്ചതുകൊണ്ടാകും. നീ കേൾക്കാറുണ്ടോ അങ്ങനെയൊക്കെ? എങ്ങനെ കേൾക്കാനാ? അങ്ങനെ ഒരു ദിവസം കവല ഇറങ്ങിയപ്പോ ഒരുത്തൻ ജെസിയെ വെടിന്ന് വിളിച്ചു. അവനെ ഞാൻ തല്ലി. അവന്റെ കണ്ണില് ഒരു കത്തി ഞാൻ ഇടിച്ചങ്ങ് കയറ്റി. അവന്റെ കണ്ണങ്ങ് പറഞ്ഞു പോയി. ഒട്ട് മൂത്ത് മൂത്ത് പെങ്ങളുകാരുടെ ഭർത്താവ് കൊണ്ടുപോയി അങ്ങ് മേരി മാതായി കൊണ്ടുപോയിട്ടു. പിന്നെ അവിടെ ആയിരുന്നു കുറച്ചു കാലം. പിന്നെ പല പണിയും നോക്കി. അവസാനം ഇത് കിട്ടി. ജോസേ, കുറെ ആയല്ലോ ഇതൊക്കെ. കുറെ നാളുകളാകുമ്പോൾ ഉണങ്ങുന്നത് ദേഹത്ത് വരുന്ന മുറിവുകളാ പണിക്കരെ. ഉണങ്ങാത്തൊരു മുറിവുണ്ട്. അതങ്ങ് ആഴത്തിലാ, കാണാൻ പറ്റില്ല. ആശുപത്രി ചില ആളുകൾ പറയാറുണ്ട്, പട്ടു വരാൻ വലിയ സമയമൊന്നും വേണ്ട, മൈൻഡ് ഒന്ന് താളം തെറ്റിയാൽ മതി. ആ താളം ഉണ്ടാക്കണ മുറിവ് ഉണങ്ങണമെങ്കിൽ വേറൊരു മുറിവ് കൊണ്ടേ സാധിക്കുമെന്ന്. നിനക്കറിയാവോ അത്? എനിക്കും ആഗ്രഹമില്ല ഒരു കുടുംബമായിട്ടൊക്കെ ജീവിക്കാൻ. ഇതിപ്പോ കല്യാണം കഴിഞ്ഞ് അവള് കൂടെയുള്ളപ്പോ എന്തൊക്കെയോ ആഗ്രഹിക്കുമായിരുന്നു. പോയി കഴിഞ്ഞപ്പോ ഇടയ്ക്കൊക്കെ വീടിന്റെ റൂമിന്റെ മൂല പോയിരുന്ന കരയുമായിരുന്നു. റൂമെന്നൊന്നും പറയാനില്ല കേട്ടോ, ഒരു ചേറ്റക്കുടലിന്റെ മൂല, അതിന്റെ അറ്റത്തൊരു പ്ലാസ്റ്റിക് കട്ടിൽ. കൊച്ചിയിലും സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ പ്രണയിക്കുന്നവരെ കാണുന്നതും പ്രണയ കവിതകൾ എഴുതുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ജീവിതത്തിൽ അതൊന്നും ഉണ്ടായില്ല.
മനസ്സിൽ പ്രതികാരം മാത്രം. ഓരോന്നൊന്ന് കരക്കടുപ്പിച്ച് വരുന്നേ ഉള്ളൂ. എന്നെ ഒന്നും ചെയ്യല്ലേടോ. കരയണ്ടടാ, നീ കരയണ്ട. ഭ്രാന്താശുപത്രിയിലെ ട്രീറ്റ്മെൻറ്റ്, ജോലി കിട്ടാതെയുള്ള അലച്ചില്, നാട്ടുകാരുടെ വട്ടുജോസ് എന്നുള്ള വിളി, ഞാനൊക്കെ അനുഭവിച്ചതിൻ്റെ കുറച്ചുപോലും നീ അനുഭവിച്ചിട്ടില്ലല്ലോ. ഒളിച്ചോടിയപ്പം നിനക്ക് മനസ്സലിഞ്ഞു ഇല്ലല്ലോ. കല്യാണം കഴിക്കാൻ സമ്മതിച്ചപ്പോൾ അവൾക്ക് മനസ്സലിഞ്ഞു. ജോസേ, എന്തൊക്കെയാടോ താനീ പറയുന്നത്? ഞാനിപ്പോ എന്ത് പറയണമെന്ന് പോലും എനിക്കറിയത്തില്ല. പിള്ളേരൊക്കെ വളർന്നു വരുന്നതേ ഉള്ളൂ. മായിര് പിള്ളേര്, നീ അവളെ കൊണ്ടുപോയില്ലായിരുന്നെങ്കിൽ എനിക്കുണ്ടാവണ്ടല്ല. പണിക്കരേ, ഈ കളിയാട്ടം കണ്ടിട്ടാ, ഈ ഭ്രാന്തന്മാരുടെ കളിയാട്ടം. പൂത്തമാവിന്റെ കൊമ്പത്തെ ചില്ലയിൽ കേറിയത് പൂർണ്ണ തിങ്കളെ കാണാനല്ല, പൂപറിക്കാനല്ല. പാതിരാവില പാലമരത്തിൽ മൂങ്ങ ചിലയ്ക്കുമ്പോൾ ഓർത്തു പിഞ്ചിയ കയറിന്റെ തുമ്പത്ത് തൂങ്ങി മരിക്കും ഞാനിന്ന്, തൂങ്ങി മരിക്കും ഞാൻ. ചാഞ്ഞു നിൽക്കണ പൂത്ത മാവിന്റെ കൊമ്പത്തെ ചില്ലയിൽ കയറിയത് പൂർണ്ണ. എടാ പണിക്കരേ, ഞാൻ നിനക്കൊരു സാധനം കാണിച്ചു തരാം. കാളയിറക്കാൻ വേണ്ടി വാങ്ങി വെച്ചതാ. ഇപ്പോ അതിനേക്കാൾ നല്ലൊരു സാധനമല്ലേ കൈ കിട്ടിയിരിക്കുന്നത്. അറക്കാൻ. കൊല്ലല്ലേ. പഠിക്കണേ. പഠിക്കണേ. എൻ്റെ വക ചെറിയൊരു പണി, അല്ലാതെ വേറൊന്നുമില്ല.
തന്നെ ഒന്ന് കിട്ടിയപ്പോൾ വെറുതെ ഒന്ന് പേടിപ്പിക്കണമെന്നുണ്ടായുള്ളൂ, അല്ലാതെ കൊല്ലണമൊന്നുമില്ലടോ. തന്നെ കൊന്നാൽ പിന്നെ ഞാൻ ജെസ്സിയെ പ്രണയിച്ചതിന് എന്താ അർത്ഥമുള്ളത്? തൻ്റെ ബോധം പോയപ്പോൾ ഞാൻ ഒന്ന് പേടിച്ചു കേട്ടോ. പിന്നെ കൈ പിടിച്ച് നോക്കിയപ്പോൾ മനസ്സിലായി ജീവനുണ്ടെന്ന്. വട്ട്, അല്ലാതെ വേറൊന്നുമല്ല. ആ ഇതല്ലേ എം കെ നഗർ. വാ താൻ കയറ്, ഞാൻ വീട്ടിൽ കൊണ്ടാകാം. വേണ്ട വേണ്ട, കുറച്ച് നടന്നാൽ മതി, കാറ് പോവില്ല. ആ പിന്നെ ബാക്കി കാശ് എത്ര? 2500. ആ ഇപ്പം കയ്യിലില്ലെങ്കിൽ കുഴപ്പമില്ല, അവരെ അക്കൗണ്ട് ഡീറ്റെയിൽസ് അയച്ചു തരും, അത് കിട്ടാൽ മതി. ആ കൂട്ടുകാരാണെന്ന് ഞാൻ പറഞ്ഞോളാം. ആ